ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് അത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം സ്കിൻ കെയറിന് നമ്മുടെ സ്കിന്നിന് ഒത്തിരി മാറ്റാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. കാരണം എൻ്റെ ഫേസ് ഒത്തിരി പിമ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്കിൻ കെയർ റുട്ടീൻ പ്രോപ്പറായിട്ട് ചെയ്തു തുടങ്ങിയ പിന്നെയാണ് എൻ്റെ ആക്നെയൊക്കെ ഒത്തിരി കുറയുകയും എൻ്റെ സ്കിന്ന് ഒരുവിധം എന്താ പറയുക ബ്രൈറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, എൻ്റെ സ്കിന്ന് കുറച്ച് ഗ്ലോ ആയി, ഡൾനെസ് ഒക്കെ മാറി. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം സിംപ്ലിൻ്റെ ഈ ഫേസ് വാഷാണ്. റീപ്ലെനിഷ് ക്രീം ക്ലെൻസർ. ഇതിനകത്ത് 11% സെറാമൈഡ് ബൂസ്റ്റേഴ്സും ഹൈലോയൂറോണിക് ആസിഡും ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണിത്. അത് കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഇത് നല്ലൊരു പതയുള്ള ഒരു ഫേസ് വാഷാണിത്. നെക്കിലും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഫേസ് നല്ല ക്ലീൻ ആക്കി. ഇനിയാണ് അടുത്ത പാർട്ട്. ഇത് നമ്മുടെ ഐസ് റോള്. അത് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഐസ് റോള് നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആക്കാനും അതിലുപരിയായിട്ട് നമ്മുടെ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ കണ്ടിട്ടില്ലേ ആക്നെയൊക്കെ ഉണ്ടായി വരുന്നത്, അതൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും ഈ ഐസ് റോള്. ജസ്റ്റ് ഒരു ഐസ് റോൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ണിലും ഫോർഹെഡിലും ഒക്കെ നെക്കിലൊക്കെ ഇത് നല്ല ഫ്രഷാണ്. നല്ല സ്കിൻ ഫ്രഷ് ആക്കും. മാത്രമല്ല നമ്മുടെ ക്ലോഗ് ആയിട്ടിരിക്കുന്ന നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ട് അതിലെ ഡേർട്സ് എല്ലാം മാറി നല്ല ഫ്രഷ് ആക്കും സ്കിന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്കിൻ തിക്കായി പോകും. അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേനും നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും സ്കിന്ന്. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. ഞാൻ ഇതിന്റെ നല്ല ഒരു എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഈ ഐസ് റോളിനെ പറ്റി ഒരു വീഡിയോ ഇടാം. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. തിരിച്ച് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അതാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ. അതിനുശേഷം സ്കിന്ന് വൈപ്പ് ചെയ്തു, സ്കിന്ന് ഡ്രൈ ആയി. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചതുപോലെ നമ്മുടെ ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ അടിയിൽ ടാഗ് ചെയ്യാം. അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ഇത് നമ്മുടെ ഒരു നല്ലൊരു ടോണർ പാഡാണ്. നമ്മുടെ സ്കിന്നിന്റെ ടോണർ പാഡ്സിന്റെ കാര്യം ഞാൻ ഓർത്തപ്പോ ഒരു ടോണർ പാഡ് എടുക്കുക. നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇത് വെക്കുക. ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക. അത് നല്ല ക്ലോസ് ആയിട്ട് ടൈറ്റും ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും പെട്ടെന്ന്. അതിനുശേഷം ഈ ടോണർ പാഡ് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വൈപ്പ് ചെയ്യുക. ഒരു ഭാഗം ആട്ടോ, ഇതിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് നല്ല വൈപ്പ് ചെയ്യുക. നെക്ക് എല്ലാം വൈപ്പ് ചെയ്യുക. അത് നല്ല നമ്മുടെ പോർസ് ടൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു പാടാണ്. അടുത്ത പാർട്ട് ഉപയോഗിക്കുക. വീണ്ടും ഒന്നും കൂടി നമ്മൾ വൈപ്പ് ചെയ്യുക. കണ്ണിന്റെ ഭാഗവും സാധാരണ കണ്ണിന്റെ ഭാഗത്ത് ഉപയോഗിക്കുന്ന പറയും, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. പ്രോബ്ലം ഇല്ല. ഭയങ്കര സെൻസിറ്റീവ് ഉള്ളവരാണ് ഐ ഏരിയയിൽ അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം കഴിഞ്ഞു. ഇനി ഇവിടെ അത് ഡിസ്കാർഡ് ചെയ്യും. ഇനി അടുത്തത് നമ്മുടെ ഒരു സിറാണ്. ഇത് സെന്റല്ലയുടെ ടോൺ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആംബ്യൂൾ ആണ്. മെയ്ഡ് വിത്ത് പ്യുവർ സെന്റല്ല ഫ്രം മഡഗാസ്കർ. ഇത് സെന്റല്ലയുടെ നല്ല സ്കിൻ 10004 എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിറമാണ്. ഇത് ഞാൻ ഇത്ര യൂസ് ചെയ്തു. ഇതിനകത്ത് ചെറിയ ചെറിയ ഒരു പാർട്ടിക്കിൾസ് പോലെയുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇതിന്റെ ഒരു പമ്പ് എടുക്കുക. ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ വെക്കുക. പിന്നെ ഒരു പമ്പും കൂടി എടുക്കുക. ഈ സ്ഥലത്ത് വെക്കുക. ശേഷം കുറച്ച് മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും കൂടി ആക്കുക. അതിന് ഇത് ഡ്രൈ ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പം സിറ ഇട്ടു. അത് നമ്മൾ നല്ലോണം ഡ്രൈ ആയിട്ട് വേണം. ഇനി അടുത്തത് സൺസ്ക്രീൻ. ബ്യൂട്ടി ഓഫ് ജോസിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് SPA 50+ PA4+ ഉള്ള സൺസ്ക്രീൻ ആണ്. നല്ല സൺസ്ക്രീൻ ആണിത്. നല്ലോണം നല്ല ബ്ലെൻഡ് ആവും. ഇതും എനിക്ക് തോന്നുന്നു ഇതെന്റെ തീരാറായി. ഇനി ഞാൻ അടുത്തത് വാങ്ങിക്കണം. ഞാൻ വേറൊരു സൺസ്ക്രീൻ കൂടെ ഉപയോഗിക്കുന്നുണ്ട് സെന്റല്ലയുടെ. അപ്പൊ സൺസ്ക്രീനെ പറ്റി ഒരു നല്ലൊരു വീഡിയോ ഞാൻ അടുത്തതിന് ശേഷം ഇടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് നമ്മുടെ നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ ഓൾവേസ് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും, ഞാനിപ്പോ ഇവിടെ അയർലൻഡിലാണ്. അപ്പൊ ഇവിടെ സൂര്യപ്രകാശം ഇല്ലാത്തത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് എന്താ പറയുക, ഇപ്പോൾ UV റേസ് ഒക്കെ വല്ലാതെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും സൺസ്ക്രീനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. സൺസ്ക്രീൻ തേക്കണം സ്കിന്നിൽ. ഇത് ഇച്ചിരി ബ്ലെൻഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ നല്ല ബ്ലെൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ലാത്ത നല്ലൊരു സൺസ്ക്രീൻ ആണിത്.
ഇപ്പം സൺസ്ക്രീനും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലെൻഡ് ആയി കണ്ടു. അപ്പൊ സ്കിന്നിന് തന്നെ നോർമലി ഒരു ഗ്ലോ വന്നു. ഇപ്പം ജസ്റ്റ് ഭയങ്കര ഇല്ലേലും ഒരു കുറച്ചൊക്കെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഡെയിലി നൈറ്റിലും അതുപോലെ മോർണിംഗും ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ആവും. അങ്ങനെ എന്റെ സ്കിൻ ഇംപ്രൂവ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ കുറെ ഹോം കെയർ റെമഡീസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്റെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാവരും കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ കണ്ടന്റ് ഉപകാരമാണെങ്കിൽ നിങ്ങളിത് ഷെയറും കൂടി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്.